പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ ബേസിക് ആണ്, എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട. അങ്ങനെ ഒരു സംഭവം ഇല്ല. When I was preparing one multiple choice booklet plus case study, multiple choice question, more than 500 question I prepared. We'll share it, don't worry. And case study question, more than 100 questions. This when I checked what I came to, ബേസിക് പേപ്പർ സ്റ്റാൻഡേർഡ് പേപ്പർ ആ പേപ്പറിലെ നെയിമിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ക്വസ്റ്റ്യനിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ചില ക്വസ്റ്റ്യൻ ഒക്കെ നല്ല ലെവലിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും. ഒരു ടീച്ചർ തന്നെയാണ് ഇപ്പൊ നിങ്ങളെ സ്കൂളിൽ നടത്തുന്ന ബേസിക്കും സ്റ്റാൻഡേർഡും, ബേസിക് ഈസിയും സ്റ്റാൻഡേർഡും രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് കുറച്ച് ബുദ്ധിമുട്ടും ബേസിക് കുറച്ച് ഈസി ആയിരിക്കും നിങ്ങളെ സ്കൂളിൽ നിങ്ങളെ ടീച്ചർ കണ്ടക്ട് ചെയ്യുമ്പോൾ, ഐ മീൻ പ്രീ ബോർഡ്. പക്ഷെ ബോർഡിന് അങ്ങനെയല്ല വരുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോ, ബോർഡിന് അങ്ങനെയല്ല വരിക. ചിലപ്പോൾ സ്റ്റാൻഡേർഡ് പേപ്പർ എന്റെ അടുത്തുനിന്നായിരിക്കും ബോർഡിന് എടുക്കുന്നത്, ബേസിക് ചിലപ്പോൾ വേറെ ടീച്ചർ എടുത്തുനിന്നായിരിക്കും എടുക്കാം. അപ്പൊ ടീച്ചേഴ്സിന്റെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിഫ്ലക്ട് ചെയ്യും. ചില ടീച്ചേഴ്സിന്റെ ബേസിക് പേപ്പർ മറ്റൊരു ടീച്ചറിന്റെ സ്റ്റാൻഡേർഡ് പേപ്പറിനേക്കാളും ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബേസിക് എടുത്തവര് ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചു പോകണ്ട, എല്ലാം പഠിച്ചു. കാരണം ഞാൻ റീസെന്റ് ഒരു റിവിഷൻ കൊടുത്തപ്പോൾ, ട്രിഗണോമെട്രി റിവിഷൻ കൊടുത്തപ്പം അതിലെ കുറെ ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എല്ലാ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ടൈം വേസ്റ്റ് ആക്കുന്നില്ല. കോർഡിനേറ്റ് ജോമെട്രി, ഡിസ്റ്റൻസ് ഫോർമുല റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല, പ്ലീസ് ബി റെഡി. You know distance from a distance between 2 points. ഫോർമുല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ ബിറ്റ്വീൻ ഐ വിൽ ടെൽ യു വാട്ട് യു നീഡ്. There is a point A, x1, y1, and another point B, x2, y2. The distance from A to B. ഈ ഡിസ്റ്റൻസ് കിട്ടാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഇത് കിട്ടുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒരു ഗ്രാഫ് പേപ്പറിൽ വരച്ചിട്ടാണ് കിട്ടുന്നത്. പ്രൂഫ് ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. എ ബി ഈക്വൽ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഡയഗ്രാം വരയ്ക്കുക, ഫോർമുല എഴുതാം. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇനി ഒരു കാര്യം കൂടി, ഞാൻ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളെ കേസ് സ്റ്റഡിന്റെ പാറ്റേൺ ഒരു 1 മാർക്ക് 1 മാർക്ക് 2 മാർക്ക് 2ന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഒരു കാര്യം കൂടി പറയാണ്, കഴിഞ്ഞ വർഷം ഒരു റീജിയനില് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വന്നിട്ടുണ്ട്, 2 2 മാർക്ക് വന്നിട്ടുണ്ട്, അതിൽ ഒരു 2 മാർക്കിന് ഓർ ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ മാത്രമായിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പോസിബിലിറ്റീസ് ആണ്. എപ്പോഴും ഇതന്നെ വരുള്ളൂ എന്നും പറയാൻ പറ്റില്ല, എന്തും സംഭവിക്കാം. കേസ് സ്റ്റഡി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി എന്ന് വന്നിട്ടുണ്ട്. കേരള റീജിയനിൽ നോട്ട് നൗ, ഐ തിങ്ക് ഇതൊക്കെ നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വെറും ബുക്ക് പഠിച്ചു പോയിട്ട് കാര്യമില്ല. ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് നിങ്ങളെ ബുക്കിനെ കുറിച്ച് ഉണ്ടാവണം. അതായത് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനെ കുറിച്ചിട്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം കേസ് സ്റ്റഡി ചോദിച്ച ക്വസ്റ്റ്യന് സ്ക്രീനിലേക്ക് നോക്കിക്കോ, കാണിച്ചു തരാം. കേരള റീജിയനിൽ കേസ് സ്റ്റഡി ചോദിച്ചതാണ്. കഴിഞ്ഞ വർഷമല്ല, അതിന്റെ മുമ്പത്തെ വർഷം. കഴിഞ്ഞ വർഷം ചോദിച്ച കേസ് സ്റ്റഡി ഏതാ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഏത് പേപ്പർ അവിടെ വന്നത് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ എല്ലാത്തിന്റെയും പോസിബിലിറ്റി. ഒരു കേസ് സ്റ്റഡി നോക്കിക്കോ, ജാവലിൻ ത്രോ എറിയുന്നതാണ്. ഇത് കഴിഞ്ഞ വർഷം മിഡിൽ ഈസ്റ്റ് റീജിയനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ എറിയുന്നത്, അതൊരു സർക്കിളിന്റെ ഇതിൽ കേസ് സ്റ്റഡി ആയിട്ട് ചോദിച്ചതാണ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു കേരള റീജിയനിൽ കുറെ പേര് ആൻസർ ചെയ്യാതെ പോയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പത്തെ വർഷം ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിരുന്നത്. അതായത് ക്വസ്റ്റ്യൻ പറയുന്നത്, എ മിഡിൽ സ്കൂൾ ഡിസൈഡഡ് ടു റൺ ഫോളോയിങ് സ്പിന്നർ ഗെയിം ഫോർ ഫണ്ട് റൈസർ എന്ന് പറഞ്ഞിട്ട് പ്രൈമറി കളേഴ്സ് ഒക്കെ മേക്കിംഗ് പർപ്പിൾ സ്പിൻ ഈച്ച് സ്പിന്നർ വൺസ്. കുറെ കുട്ടികൾക്ക് പ്രശ്നമാണ്. കേരള റീജിയനിൽ കഴിഞ്ഞ വർഷമല്ല, അതിന്റെ മുമ്പത്തെ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ ഡയഗ്രാം വരച്ചു. എ ബി ഈക്വൽ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ്. ഇവിടെ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്, ഈ പ്ലസിന് പകരം മൈനസ് ചെയ്തു, സ്ക്വയർ ഇടാൻ മറന്നുപോകും. ഇവിടെ നിങ്ങൾക്ക് x2 മൈനസ് x1 എന്നും x1 മൈനസ് x2 എന്നും വിളിക്കുക, രണ്ടും വിളിക്കുക, ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് വെച്ചാൽ, ദ റീസൺ ഐ വിൽ ടെൽ യു. The reason why it is happening, 2 minus 1 is not same as what 1 minus 2.
2 minus 1 is not same as what 1 minus 2. But their squares are what same. This square is same as what this square. 2 minus 1 means 1 square. അത് എപ്പോഴും സെയിം ആയിരിക്കും. കാരണം 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 സ്ക്വയറും മൈനസ് 1 സ്ക്വയറും സെയിം ആയിരിക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു സംഭവങ്ങളും അവിടെ എഴുതി വെച്ചോ. ഡിസ്റ്റൻസ് ഫോർമുല ചെയ്യുമ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്തായിരിക്കും? ബി മൈനസ് എക്ക് ഈക്വൽ ആയിരിക്കും. ഇത് ശ്രദ്ധിക്കാം. എ മൈനസ് ബി ഹോൾ സ്ക്വയറും ബി മൈനസ് എ ഹോൾ സ്ക്വയറും സെയിം ആയിരിക്കും. അതിന് വേണമെങ്കിൽ എക്സാമ്പിൾ എഴുതി വെച്ചോ. 3 മൈനസ് 1 ഹോൾ സ്ക്വയർ സെയിം ആസ് വാട്ട് 1 മൈനസ് 3 ഹോൾ സ്ക്വയർ ആണ്. ബിക്കോസ് 3 മൈനസ് 1 ഇസ് വാട്ട് 2. 2ന്റെ സ്ക്വയർ 4 ആണ്. മൈനസ് 2ന്റെ സ്ക്വയറും 4 ആണ്. ഇത് എഴുതി വെച്ചു. ഡിസ്റ്റൻസ് ഫോർമുല ചെയ്യുമ്പോൾ ഇത്ര ചെറിയ ചെറിയ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. തുടങ്ങാൻ പോവാണ് ക്വസ്റ്റ്യന്. സോ പ്ലീസ് ബി റെഡി. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നത് 11th ക്വസ്റ്റ്യൻ ആണ്. 11th ക്വസ്റ്റ്യൻ, trigonometry, coordinate geometry combination. 11th question I'm doing. 11th question. 11th question. A cos theta comma 0. B 0a sin theta. B 0a sin theta. So you want to find what is the distance from A to B. So immediately those who problem, you people have to write here x1 and y1 and here x2, y2. ഇത് എഴുതി വെക്കുക, മിസ്റ്റേക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x2 മൈനസ് x1, 0 മൈനസ് എ കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് എ സൈൻ തീറ്റ മൈനസ് 0 ഹോൾ സ്ക്വയർ. ഏതെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. റീപ്ലേസ് ചെയ്തു. ഇത് നിങ്ങൾ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഐ മീൻ ദിസ് മൈനസ് ദിസ് ആയാലും ദിസ് മൈനസ് ദിസ് ആയാലും ദ വോണ്ട് ബി എൻ ഇഷ്യൂ. Now 0 minus anything is what? No problem. So minus a square is what? A square cos square theta plus 0, don't worry about that, a square sin square theta. ഇനി നിങ്ങൾക്ക് റൂട്ടിന്റെ ഉള്ളിൽ a square I took it outside, cos square theta plus sin square theta. ഇത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു ആൻസർ ആണ്. 1 എന്നാണ് വരിക. So your answer will be root a square. Root a square എന്ന് പറഞ്ഞാൽ a ആണ് ആൻസർ. Just check it. Root a square is what? A. A will be your answer. Just check. Anybody have any step doubt? Let me know. Simply don't write anything. Everything try to understand and proceed. This will be the answer. Distance formula question, section formula question ആണ് വരിക. ഇനി ക്വസ്റ്റ്യൻ 13th one. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് 13th one. പലരും മിസ്റ്റേക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ്ലി ആസ്ഡ് ആണ്. Show that the vertices of an equilateral triangle. Question 13th one. Equilateral triangle prove ചെയ്യാൻ പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ ഇക്വിലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ you can't use angle, only you can use side. Square means all the sides are equal, diagonals also equal. That's the square definition. Square means all the sides are equal, diagonals are. If they are telling prove that it is a square means all the sides should be equal and diagonals also should be equal. That's what we are calling square. Question number 13th one. 13th one. Question number 13th one. Question number 13th one. ഒരു ട്രയാങ്കിൾ വരച്ചോളൂ ആദ്യം. ബേസിക് മിസ്റ്റേക്കുകളാണ് ആൾക്കാർ വരുത്താറ്. എന്റെ കോർഡിനേറ്റ് എ എ, ബിന്റെ കോർഡിനേറ്റ് മൈനസ് എ മൈനസ് എ ആൻഡ് സിന്റെ കോർഡിനേറ്റ് minus root 3a, comma root 3a. We want to show it is what? Vertices of an equilateral triangle.
അപ്പൊ ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പ്രൂവ് ഓൾ ദ സൈഡ്സ് ആർ വാട്ട് ഈക്വൽ. സോ ലിസൺ കെയർഫുള്ളി ഹൗ ഐ എം ഡൂയിങ് ഇറ്റ്. ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ. Just see, don't write anything. Listen carefully how I am doing it. First AB. പലരും മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട് കാൽക്കുലേഷൻ, സോ ശ്രദ്ധിച്ചു. AB. AB when you are finding this minus this, so it will be minus a whole square plus again minus a because x2 minus x1 minus a whole square. That is equal to minus a means minus 2a ആണ്. Minus a means minus 2a ആണ്. Minus 2a യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 4a സ്ക്വയർ ആണ്. Minus 2. Same way, this also what 4a square. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ 8a സ്ക്വയർ എന്നുണ്ടാവും. 4a സ്ക്വയർ പ്ലസ് 4a സ്ക്വയർ 8a സ്ക്വയർ. സ്ക്വയർ റൂട്ട് ക്യാൻസൽ ചെയ്യരുത്, അത് ഹോൾ സ്ക്വയർ ആണെങ്കിൽ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്താണ് എ സ്ക്വയറിന്റെ റൂട്ട്? എ സ്ക്വയറിന്റെ റൂട്ട് എ ആണ്. 8ന്റെ റൂട്ട് എന്താ? 8ന്റെ റൂട്ട് 2√2 ആണ്. എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു. 2√2a എന്നാണ് നമുക്ക് ഫസ്റ്റ് സൈഡ് കിട്ടിയത്. എ ബി കിട്ടിയത് 2√2. 8 എന്ന് പറഞ്ഞാൽ 2√2 ആണ്. 8ന്റെ സ്ക്വയർ റൂട്ട് 2√2 because 8 can be written as 2 into 2 into 2. If any number repeating twice, one will come out. That's what happening. 2√2a. This is what we are calling AB. AB equal to 2√2a. In the same way, we have to find BC. BC equal to, please write up to you, after that I'll tell you. BC equal to, please try to find a BC. Mistake should not be the BC. Root of minus root 3a. BC when you're finding, be careful. This minus this. So this minus this, there is already one minus there. So it will become what? Plus. So don't make a mistake that one. So BC when you're finding minus root 3a plus a whole square root 3a plus a whole square. കുറച്ച് പണിയുണ്ടോ? അത്ര ഈസി അല്ല, ബട്ട് anyway we'll see. You complete this much what we wrote. ഇവിടുന്ന് a plus b whole square expansion ചെയ്യണം. We cannot add 1 is root 3, 1 is without root. So addition is not possible, irrational numbers. A square minus root 3a square എന്ന് പറഞ്ഞാൽ 3a square ആണ്. 2ab minus 2 root 3a square എന്ന് വരും. മൈനസ് 2 root 3a square എന്ന് വരും. എന്താ സംഭവിച്ച്? a plus b whole square എക്സ്പാൻഷൻ, ആദ്യത്തെ സ്ക്വയർ, പിന്നെ 2 into ഫസ്റ്റ് into സെക്കൻഡ് പ്ലസ് സെക്കൻഡ് വൺ സ്ക്വയർ. ഇതാണ് a plus b whole square. കുറെ a square ഒക്കെ കാണാം, അത് കാണാൻ കാരണം 2a ഉള്ളത് കൊണ്ടാണ്. a square plus 2ab plus b square. അതേപോലെ രണ്ടാമത്തത് എഴുതാം. പ്ലസ് റൂട്ട് 3a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3a സ്ക്വയർ ആണ്. പ്ലസ് 2 root 3a സ്ക്വയർ ആണ്. പ്ലസ് a സ്ക്വയർ എന്ന് വരും. ഇനി നിങ്ങൾക്ക് 2 root 3a സ്ക്വയറും 2 root 3a സ്ക്വയറും ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ്? 3a സ്ക്വയർ പ്ലസ് a സ്ക്വയർ 4a സ്ക്വയർ 7a സ്ക്വയർ 8a സ്ക്വയർ എന്ന് വരും. 8a സ്ക്വയർ. എന്താണ് 8ന്റെ സ്ക്വയർ റൂട്ട്? 2√2 ആണ്. അപ്പൊ ഇതേ ആൻസർ നിങ്ങൾക്ക് വീണ്ടും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? എ ബിയും ബി സിയും സെയിം കിട്ടി. ഇനി എ സി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എ സി ജസ്റ്റ് ട്രൈ ടു ഫൈൻഡ് എ സി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ 2 mark they can ask, for 3 mark also they can ask. Just try. Anybody have problem? Let me know. Simply don't write anything.
Any voice clarity issues there, let me know, because mic I changed it, that's why. If any issues there, let me know. Now AC, same way AC you can find minus root 3a, same way AC also you can find. ബ്ലൂ ഇവിടെ ആഡ് ചെയ്തതാണ്, ബ്ലൂ പറഞ്ഞു തരാനൊന്നുമില്ല. ഇവിടെ 3a² a², 4a² ആയി, 4a² 3a², 7a² ആയി, 7a² a², അപ്പൊ 8a² ആയി. ഈ 8a² വന്നു കഴിഞ്ഞാൽ a² സ്ക്വയർ റൂട്ട് ആണ് a, 8 സ്ക്വയർ റൂട്ട് 2√2 എന്ന് എഴുതുക. എന്താ കാരണം? 8 ക്യാൻ ബി റിട്ടൺ ആസ് 2 × 2 × 2. 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് വരും, അങ്ങനെയാണ് 2√2 വരുന്നത്. അങ്ങനെയാണ് ബ്ലൂ കളർ വന്നത്. ഡൗട്ടുള്ളവർക്ക് കളർ പറഞ്ഞാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്തുതരും. ഇനി നമ്മൾ എ സി ആണ് കാണാൻ പോകുന്നത്. എ സി ഈക്വൽ ടു റൂട്ട് ഓഫ്, എങ്ങോട്ടും ചെയ്യാൻ പറയും, a+√3a². എങ്ങോട്ടും സബ്ട്രാക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ സബ്ട്രാക്ട് ചെയ്യുന്നത് ഇത് മൈനസ് ഇതാണ്. After that, this minus. From there to and from here to there, both is fine. Plus a-√3a². When you are expanding, a plus b² expansion, a² plus 2ab, 2√3a² plus 3a². Then what happened here? If you people are checking, you can see this is your a, this is your b. a² plus 2 × a × b, a-യും √3 പിന്നെ b². അതേപോലെ സെക്കൻഡ് വൺ a-b² when you are doing a² minus 2√3a² plus 3a² എന്ന് വരും. plus 3a² എന്ന് വരും. Same as what you've done before. This and this cancelled. മൊത്തം നിങ്ങൾക്ക് 8a² കാണാം. 8a² എന്ന് പറയാൻ നേരത്തെ പറയുന്നു 2√2a ആണ്. All the sides you got to equal. If all the sides are equal, we people are calling what? It is an equilateral triangle. That is AB equal to BC equal to AC. Therefore, ABC is an equilateral triangle. That is AB equal to BC equal to AC. Therefore, ABC is an equilateral triangle. That is AB equal to BC equal to AC. Therefore, ABC is an equilateral triangle. AB equal to BC equal to AC. Therefore, ABC is an equilateral triangle. അടുത്ത question. Question number 9th one ആണ് ചെയ്യാൻ പോകുന്നത്. 9th one. Question number 9th one. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ എടുക്കുന്നു കേട്ടോ. അപ്പൊ 9th ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. Here AB equal to BC equal to AC. Therefore, ABC is an equilateral triangle. Question number 9th one. Question വായിച്ചു നോക്കുക. Question number 9th one. PXY is equidistant. അടുത്ത മിസ്റ്റേക്ക് പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. PXY എന്ന് പറയുന്നത് ഇക്വിഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റന്റ് ആണ്. എവിടുന്ന്? a-3 to question number 9th one we are doing b4-5. അപ്പൊ ഈ ഇക്വിഡിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ പലരും ബൈ മിസ്റ്റേക്ക്ലി യൂസിങ് മിഡ് പോയിന്റ് ഫോർമുല. മിഡ് പോയിന്റ് ഫോർമുല ഇസ് അലൗഡ് ഓൺലി വെൻ all the 3 points should be collinear ആയിരിക്കണം. P എന്നുള്ളത് ഇവിടെയും എയും ബിയും. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇക്വിഡിസ്റ്റന്റ് വരുമ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, പലരും വളരെ ക്വിക്കായിട്ട് മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിക്കുക. ഒരു കാരണവശാലും ഉപയോഗിക്കരുത്, ആൻസർ കിട്ടില്ല. അപ്പൊ ഇക്വിഡിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ്, ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഇവിടെ ആണെങ്കിൽ
ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചു ഇങ്ങനെ ഇല്ലേ എന്ന്. ഇങ്ങനെയുണ്ട്, പക്ഷെ അത് കൊളീനിയർ ആണെങ്കിൽ ഒരേ ലൈനിൽ കിടക്കുകയാണെങ്കിൽ മാത്രമേ വി ക്യാൻ യൂസ് ദാറ്റ് വൺ. Otherwise, we are not allowed to use that. Okay, just try to understand that. So, equidistance. That means this distance and this distance are equal. Please draw the diagram. Please draw the diagram. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇതാ given that PA equal to PB. ഒന്ന് ശ്രദ്ധിച്ചോ, എന്നിട്ട് ട്രൈ ചെയ്യാം. P distance എന്ന് പറഞ്ഞാൽ PA എന്ന് പറഞ്ഞാൽ x plus 3 whole square y minus 2 whole square. This is what we are calling PA. PA എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് വേണം ആദ്യം എഴുതാ, ഇത് വേണം, അതൊക്കെ നിങ്ങളെ ചോയ്സ് ആണ്. പക്ഷെ എപ്പോഴും എക്സും വൈയും വരുമ്പോൾ അത് ആദ്യം എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ ദിസ് മൈനസ് ദിസ് ഹോൾ സ്ക്വയർ പ്ലസ് ദിസ് മൈനസ് ദിസ് ഹോൾ സ്ക്വയർ. സെയിം വേ ദർ ഓൾസോ എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് y പ്ലസ് 5 ഹോൾ സ്ക്വയർ. എന്തുകൊണ്ട് പ്ലസ് വരുന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. x2 മൈനസ് x1. ഇനി രണ്ട് ഭാഗത്ത് റൂട്ട് ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വെദർ യു ആർ ഗെറ്റിംഗ് ദ ആൻസർ ഓർ നോട്ട്. All of you just try it whether you are getting or not. After this I will add one good question which one is previously asked. Even this everything is asked only. There's a prove that question. If anybody got, update me. So this can be x square plus 6x plus 9 y square minus 4y plus 4. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. a plus b whole square ഉം a minus b whole square ആണ് വരിക. a plus b whole square ഒരിക്കലും a square plus b square അല്ല, ശ്രദ്ധിക്കുക. Then right side x square minus 8x plus 16 y square plus 10y plus 25. Now you can cancel x square y square on both the side. Here also y square x square, both the side cancel. All the x value and y value bring it to left side. All the x value and y value. So it will be, listen, 6x plus 8x minus 4y minus 10y. ഞാൻ എല്ലാ എക്സും വൈയും ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ന്യൂമറിക്കൽ വാല്യൂസ് റൈറ്റ് സൈഡ് 16 ഉണ്ട്, 25 ഉണ്ട്, ഇവിടെ ഒരു 9 ഉം 4 ഉണ്ട്. അത് ട്രാൻസ്പോസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കുക. ദിസ് ഇസ് വാട്ട് 14x മൈനസ് 14y. 25 9 പോവാ, 13 പോവാ, 12, 28 എന്ന് വരും. You can divide throughout by what? 14. Equation you can reduce by dividing. Linear equation 2 variable പഠിച്ചിട്ടുണ്ടാവും. So you will get x minus y equal to 2. Or what do you want to prove? Y equal to x minus 2. How I got to y equal to x minus? That I transposed this y I brought this side and 2 I brought this side. So y equal to x minus 2 ആണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ചെക്ക് ചെയ്തു. ഡൗട്ട് ഉണ്ടെങ്കിൽ കളർ പറയുകയാണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തരാം. y equal to x minus 2. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പ്രീവിയസ്ലി 2-3 question number 10th one. Question 10th one. Question number 10th one. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 10th one. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. എപ്പോഴും ശ്രദ്ധിക്കണം, a മൈനസ് ബി ഒരിക്കലും എന്തിന് സെയിം അല്ല, b മൈനസ് എക്ക് സെയിം അല്ല. ബട്ട് ദർ സ്ക്വയേഴ്സ് ഓൾവേസ് പോസിറ്റീവ്, അതുകൊണ്ട് സെയിം ആണ്. സ്ക്വയേഴ്സ് സെയിം ആണ്. നമുക്ക് ആവശ്യമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റെപ്പ് വരും, ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ നമ്പർ 10th one. ഒരു പോയിന്റ് ഉണ്ട് XY, അതിനെ ഞാൻ P എന്ന് വിളിച്ചു. ഡയഗ്രാം വരക്കുന്നത് നന്നായിരിക്കും. ഇക്യൂ ഡിസ്റ്റന്റ് ആണ്. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. എങ്ങോട്ടുള്ളത്? a plus b, b minus a. ക്വസ്റ്റ്യൻ നമ്പർ 10th one ആണ് ചെയ്യുന്നത്.
എ പ്ലസ് ബിയും ബി മൈനസ് എയും, ബി എ മൈനസ് ബിയും എ പ്ലസ് ബിയും. ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. പി എയും പി ബിയും ഈക്വൽ ആണ്. ഡയഗ്രം വരച്ചു വെച്ചോളൂ. എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ശ്രദ്ധിക്കായിരിക്കും നന്നാവുക. കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ. നോക്കോ, പി എ ഈക്വൽ ടു പി ബി. പി എ എന്ന് പറയുന്നത് ദിസ് മൈനസ് ദിസ്. ശരിക്കും ശ്രദ്ധിച്ചോ, എക്സ് മൈനസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ബ്രാക്കറ്റ് കമ്പൾസറി ആണ്. വൈ മൈനസ് ബി മൈനസ് എ ഹോൾ സ്ക്വയർ. ഇതാണ് നിങ്ങളുടെ പി എ എന്ന് പറയുന്നത്. എക്സ് മൈനസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, വൈ മൈനസ് ബി മൈനസ്. അതേപോലെ റൈറ്റ് സൈഡിലും എക്സ് മൈനസ് ബ്രാക്കറ്റ് ഇസ് കമ്പൾസറി എ മൈനസ് ബി ഹോൾ സ്ക്വയർ, വൈ മൈനസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. നിങ്ങൾ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ നിന്നാൽ വലിയ പണിയായിരിക്കും. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോ, എഴുതണ്ട. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. ഇത് നിങ്ങളെ എ ആണ്, ഇത് നിങ്ങളെ ബി ആണ്. അപ്പൊ ഇവിടെ ഉള്ളത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab. ഇവിടെ ബിന്റെ സ്ഥാനത്ത് എ പ്ലസ് ബി ആണുള്ളത്. 2ab എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതാണ് ആദ്യത്തെ എക്സ്പാൻഷൻ. അതേപോലെ രണ്ടാമത്തെ എക്സ്പാൻഡ് ചെയ്യാം. വൈ സ്ക്വയർ മൈനസ് 2y ഇൻറ്റു ബി മൈനസ് എ പ്ലസ് ബി മൈനസ് എ ഹോൾ സ്ക്വയർ. ഇതാണ് അടുത്ത എക്സ്പാൻഷൻ. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതേപോലെ റൈറ്റ് നിങ്ങളൊന്ന് എഴുതി നോക്കൂ, എന്നിട്ട് ഞാൻ എഴുതാം. റൈറ്റ് പാർട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. ഇതേപോലെ റൈറ്റ് സൈഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. സോ റൈറ്റ് സൈഡ് ഇതേപോലെ ട്രൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ്, നിങ്ങൾക്ക് ടൈം തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഈ 1 മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ തീർക്കേണ്ടത് കൊണ്ട് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. ഇതേപോലെ റൈറ്റ് സൈഡ് വൈ സ്ക്വയർ. പക്ഷെ നമുക്ക് ഓരോ ടോപ്പിക് തരും, നമുക്ക് അതിന് മാത്രം ടൈം ഇല്ല, അതുകൊണ്ടാണ്. ഇനി നമ്മൾ രണ്ട് ഭാഗത്തും ഒരേപോലുള്ളത് ക്യാൻസൽ ചെയ്യാം. എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്തു, വൈ സ്ക്വയറും ക്യാൻസൽ ചെയ്തു, എ പ്ലസ് ബി ഹോൾ സ്ക്വയറും എ പ്ലസ് ബി ഹോൾ സ്ക്വയറും ക്യാൻസൽ ചെയ്തു. ഇനി ഞാൻ നിങ്ങളോട് തുടക്കം മുതലേ പറയുന്ന ഒരു സംഭവമുണ്ട്. ബി മൈനസ് എ ഹോൾ സ്ക്വയറും എ പ്ലസ് ബി ഹോൾ സ്ക്വയറും സെയിം ആണ്, രണ്ടും ഈക്വൽ ആണ്. ഞാൻ പറഞ്ഞിരുന്നു തുടക്കം മുതലേ. പലരും ഇതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. എ മൈനസ് ബി ഹോൾ സ്ക്വയറും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എന്നിട്ട് കുറെ നിരത്തി കുറെ എണ്ണം ഉണ്ടാവും. എന്നിട്ട് ഇത് എന്താണ്, എവിടുന്നാണ് വന്ന് എവിടെയാണ് ഫിറ്റ് ചെയ്യുക? പണ്ടാരോ വണ്ടിന്റെ ഇത് അയച്ച മാതിരി ആവും. വണ്ടി കംപ്ലൈന്റ് ആയിട്ട് വണ്ടിന്റെ എല്ലാം അയച്ചിട്ട് കുറെ സ്ക്രൂ ഒക്കെ ബാക്കിയില്ല. അതേ അവസ്ഥ വരും നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഇനി ബാക്കിയുള്ളത് ഏതാ? -2x ഇൻറ്റു എ പ്ലസ് ബി -2y ഇൻറ്റു ബി മൈനസ് എ. ഇതാണ് ലെഫ്റ്റ് സൈഡിൽ ബാക്കിയുള്ളത്. റൈറ്റ് സൈഡിൽ ബാക്കിയുള്ളതോ -2x ഇൻറ്റു എ മൈനസ് ബി -2y ഇൻറ്റു എ പ്ലസ് ബി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഇതിനെ മൊത്തത്തിൽ ഇറങ്ങി ഓടാൻ നിൽക്കണ്ട. മൊത്തത്തിൽ ഇതിനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. -2 കോമൺ ആണ്. ഇതിങ്ങനെ ചെറുതാക്കി കൊണ്ടുവരാൻ ഏറ്റവും ബെറ്റർ. പക്ഷേ യു ഹാവ് ടു റൈറ്റ് ആൻഡ് പ്രാക്ടീസ്. ദർ ഇസ് നോ റീഡിംഗ് സിസ്റ്റം ഇൻ മാത്തമാറ്റിക്സ്. മാക്സിമം ടൈംസ് യു ടു റൈറ്റ് ആൻഡ് പ്രാക്ടീസ്, യു വിൽ ഗെറ്റ് ഇറ്റ്. -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -2 പോവും, എക്സ് ഉണ്ടാവും.
എക്സ് ഇൻറ്റു എ പ്ലസ് ബി ഉണ്ടാവും. പിന്നെ ഉണ്ടാവും. എന്തുകൊണ്ടാ പ്ലസ്? നമ്മൾ -2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട്. വൈ ഇൻറ്റു ബി മൈനസ് എ. റൈറ്റ് സൈഡിൽ എക്സ് ഇൻറ്റു എ മൈനസ് ബി, വൈ ഇൻറ്റു എ പ്ലസ് ബി. ഇനി നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് വീണ്ടും ക്യാൻസലേഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് ആൻസർ കിട്ടും. 2016 to 2024 രണ്ടോ മൂന്നോ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ax plus bx, by minus ay, ax minus bx, ay plus by. ക്യാൻസലേഷൻ തുടങ്ങിക്കോ. എക്സും എക്സും ക്യാൻസൽ ചെയ്യാം, ബി എക്സ് പറ്റൂല കാരണം അവിടെ മൈനസ് ആണ് ഉള്ളത്. ബി വൈയും ക്യാൻസൽ ചെയ്യാം. ഇനി ബി എക്സ് ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം, ബി എക്സ് പ്ലസ് ബി എക്സ്. എ വൈ ആ ഭാഗത്തേക്ക് കൊണ്ടുപോവാം, എ വൈ പ്ലസ് എ വൈ. എത്ര ബി എക്സ് ഉണ്ട്? 2 ബി എക്സ് ഉണ്ട്, 2 എ വൈ ഉണ്ട്. 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ആൻസർ ഇസ് റെഡി. ഏതെങ്കിലും സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറഞ്ഞോ, കളർ പറഞ്ഞാൽ മതി. കളർ പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. യെല്ലോ ഉണ്ട്, പിന്നെ ഓറഞ്ച്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഓറഞ്ച്. ഏതെങ്കിലും കളർ പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ് എഴുതുന്നത്. ചില ആൾക്കാർ എന്ത് ചെയ്യും, 9th സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്, എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2b ഇതൊക്കെ എഴുതി നിരത്തി ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് ക്യാൻസലേഷൻ തുടങ്ങും, അപ്പൊ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും. ഇതാണ് ഏറ്റവും ബെറ്റർ വേ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ചോദിക്കും ഈ ക്വസ്റ്റ്യൻ ഒക്കെ എവിടുന്നാ വന്നത്? ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈവൻ ഡേ ബിഫോർ യെസ്റ്റർഡേ ഓൺവേർഡ്സ് ഐ വാസ് ചെക്കിംഗ്, not a day before yesterday, continuously I was checking previously asked papers. So this when I checked, I got many questions you didn't see, especially case study. Every year new questions are coming. അപ്പൊ ഇങ്ങനെ ഒക്കെ ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ ആനയാണ് ചേരാണെന്ന് പറഞ്ഞ് നിൽക്കണ്ട, ശ്രദ്ധിച്ചുകൊണ്ട്. പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് 10th സ്റ്റാൻഡേർഡിന്റെ മാത്സ് പേപ്പർ കുറച്ചൊന്നുമല്ല, അതൊക്കെ കംപ്ലീറ്റ് 10th സ്റ്റാൻഡേർഡിന്റെ പേപ്പേഴ്സ് ആണ്. ഞാനിത് ഓരോന്നും വെച്ചിട്ട് ഇതൊക്കെ ഓരോ വർഷം വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, 2024 കമ്പാർട്ട്മെന്റ് ബേസിക്, കമ്പാർട്ട്മെന്റ് സ്റ്റാൻഡേർഡ്. ഇതൊക്കെ എന്ന് പറഞ്ഞാല് നിങ്ങൾ കമ്പാർട്ട്മെന്റ് പറഞ്ഞാൽ നിങ്ങൾ ഒരു സബ്ജക്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ CBSE ഒരു ചാൻസ് കൂടി തരും. സ്റ്റാൻഡേർഡ് തന്നെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. ഈ പേപ്പേഴ്സ് ഒക്കെ അരിച്ചു പൊറുക്കി ഇങ്ങനെ അയിന്നെടുക്കുന്ന അതുകൊണ്ട് ഞങ്ങളുടെ ടീച്ചർ റീബോർഡ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ അസസ് റീസൺ ചോദിച്ചിരുന്നു, 9th ക്ലാസ്സിൽ ചോദിച്ചു. എന്തായിരുന്നു അറിയോ? ഡിഗ്രി ഓഫ് എ സീറോ പോളിനോമിയൽ നോട്ട് ഡിഫൈൻഡ്, ഡിഗ്രി ഓഫ് എ കോൺസ്റ്റന്റ് പോളിനോമിയൽ സീറോ. അസേഷൻ റീസൺ ചോദിച്ചു, 9th ക്ലാസ് പഠിപ്പിക്കുന്ന സാധനമാണത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഹോപ്പ് ദിസ് യു അണ്ടർസ്റ്റുഡ്. ക്വസ്റ്റ്യൻ നമ്പർ ഫോർത്ത് വൺ. ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ടെൽ ക്വസ്റ്റ്യൻ നമ്പർ ഫോർത്ത് വൺ. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? The point on the x-axis which is dq. See, first try to understand, any point on the x-axis is of the form x, 0 ആയിരിക്കും. അത് y-axis ആണെങ്കിൽ 0, 0. We know that any point on the x-axis is of the form x, 0. We know that any point on the x-axis is of the form x, 0. We know that any point on the x-axis is of the form x, 0. x, 0. ഇനി ഇത് ഇക്യൂ ഡിസ്റ്റന്റ് 2 പോയിന്റ് ആണ്. ട്രൈ ചെയ്തോളൂ. ഇക്യൂ ഡിസ്റ്റന്റ് ആണ് ഇത് 2 പോയിന്റിന് ഇക്യൂ ഡിസ്റ്റന്റ് ആണ്. അപ്പം PA ഈക്വൽ ടു PB. കോൺഫിഡന്റ് ഉള്ളവരൊക്കെ ട്രൈ ചെയ്തിട്ട് വാല്യൂ പറഞ്ഞോളൂ. -5. ഇത് -2, 9. -2, 9. Given that PA equal to PB, ഏകദേശം 30+ സ്റ്റുഡൻസ് അത്. You just check it. Let me see who is answering it. PA equal to PB. P2A and P2B both are equal. Root of x minus 2 whole square
0 plus 5 whole square. X plus 2 whole square. 0 minus 10 whole square. സ്ക്വയർ റൂട്ട് രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്യാം. ഇനി എക്സ്പാൻഡ് ചെയ്തോളൂ. എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. 5ന്റെ സ്ക്വയർ 25 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ ആണ്. മൈനസ് 9ന്റെ സ്ക്വയർ 81 ആണ്. രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്ത് തുടങ്ങാം. എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, 4ഉം ക്യാൻസൽ ചെയ്യാം. 4x ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് 1 is പോസിറ്റീവ്, 1 is what? നെഗറ്റീവ്. We can bring it to one side. Minus 4x minus 4x. 81 minus 25. Minus 4x minus 4x. 81 minus 25. So it will be minus 8x. 56 എന്ന് വരും. എക്സ് എന്ന് പറയുന്നത് 56 by minus 8 ആണ്. പ്ലസ് അല്ല വരിക. മൈനസ് 8 into x ആണ്. ദാറ്റ് വെൻ വി ആർ ട്രാൻസ്പോസ് ഇൻ ഡിവിഷൻ മൈനസ് 7 എന്നാണ് വരിക. അതുകൊണ്ട് റിക്വയർഡ് പോയിന്റ് വാട്ട് വി ടേക്കൺ എക്സ് കോമ 0 ആണ്. റിക്വയർഡ് പോയിന്റ് മൈനസ് 7,0. ദിസ് ഇസ് മൈനസ് 7,0 ആണ് നമ്മുടെ റിക്വയർഡ്. ദിസ് ഇസ് അവർ റിക്വയർഡ് പോയിന്റ്. ശ്രദ്ധിച്ചോളൂ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇതേപോലെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 7th വൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. 7th വൺ. സെവൻത്ത് വൺ ഇതുപോലെ ചെയ്ത് നോക്കും. We know that any point on the y-axis is of the form 0, y. We know that any point on the y-axis is of the form 0, y. We know that any point on the y-axis is of the form 0, y. ആരെങ്കിലും ഇത് ഞാൻ പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്, പക്ഷെ റീഡർ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7th വൺ ആണ്. A65 B minus 4 3. A65 B minus 4 3. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. We'll wait. ആരുല്ലേ? എല്ലാരും ഉറങ്ങിപ്പോയടാ. പി ഐ ഈക്വൽ ടു പി പി.
0 minus 6 whole square, y minus 5 whole square, 0 whole square, y minus 3 whole square. എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യാം. 0 minus 6 square എന്ന് പറഞ്ഞാൽ 36 ആണ്. y minus 5 whole square എന്ന് പറഞ്ഞാൽ y square minus 10y plus 25. ആരോ ഒരാൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഒരാൾ 9 പറഞ്ഞിട്ടുണ്ട്, ഒരാൾ -9 പറഞ്ഞിട്ടുണ്ട്. റൂട്ട് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. 16 y square minus 6y plus 9. ഇനി സിംപ്ലിഫിക്കേഷൻ ആണ്. y സ്ക്വയറും 4 minus 10y plus 6y, 16 plus 9 minus 36 minus 16 minus 4y, 16 ക്യാൻസൽ ചെയ്യല്ലേ രണ്ട് ഭാഗത്തും. സോറി, ഒരു മിനിറ്റ്, ചെറിയൊരു മിസ്റ്റേക്ക് എടുത്തി. 16 plus 9 minus 36 minus 25. 9 9 minus 9 അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്, എന്തുകൊണ്ടാണ് അറിയില്ല. ഈ 25ഉം ഈ 25ഉം ക്യാൻസൽ ചെയ്യാം. 16 plus 9 25 ആണ്, minus 36 ആണ് വരിക, y ഈക്വൽ ടു എന്താ വരിക, 9 ആണ് വരിക. ചെക്ക് ചെയ്തോ. For required പിന്നെ MCQ ഒക്കെ വരുമ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ഇത് നോക്കണം ഏതാണെന്നുള്ളത്. കാരണം -9 നിങ്ങൾ എഴുതും, നിങ്ങൾ വിചാരിക്കും നിങ്ങളൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ ഓരോ മിസ്റ്റേക്കുകളും ഇല്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. Next one. ക്വസ്റ്റ്യൻ നമ്പർ, പിന്നെ ഒരുവിധം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 12th one. Question number 12th one. Question number 12th one. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഈ കോർഡിനേറ്റ് എ എന്ന് വിളിച്ചു, h,3. ക്വസ്റ്റ്യൻ നമ്പർ 12th one. ഇനി ഈസി ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഇത് 4 5. ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 5. ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇവിടെ ശ്രദ്ധിക്കാം, വെറുതെ വാരി വെച്ച് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റിലേറ്റഡ് ആണ്, ബട്ട് സിംപ്ലി ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. ഐ വിൽ ടെൽ യു ഹൗ ടു ഡു. ലിസൺ, AB ഈക്വൽ ടു 5 തന്നിട്ടുണ്ട്. So what do you mean by AB? AB is h minus 4 whole square, or you can write 4 minus h also. 3 minus 5 whole square equal to 5 എന്ന് വരും അല്ലെ? കാരണം എക്സ് വാല്യൂ ഡിഫറൻസ് സ്ക്വയർ ആൻഡ് വൈ വാല്യൂ ഡിഫറൻസ് സ്ക്വയർ. ശരിക്കും ശ്രദ്ധിച്ചു എഴുതരുത്. Squaring both sides. When you're squaring, your root will go. So left side will be h minus 4 whole square plus 4 equal to 25. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ. 3 minus 5 എന്ന് പറഞ്ഞാൽ -2 ആണ്. -2ന്റെ സ്ക്വയർ ആണ് 4. പിന്നെ ഇവിടെ നോർമലി നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ റൂട്ട് പോവും, ഇവിടെ ഇത് സ്ക്വയർഡ് ആവും ചെയ്യും. ഇതൊരിക്കലും നിങ്ങൾ ഓപ്പൺ ചെയ്യണ്ട. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് പിന്നെ ക്വാഡ്രാറ്റിക് ഫോർമുല ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാളും നല്ലത്
എച്ച് മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് 4 21 എന്ന് വരും. ഇനി സ്ക്വയർ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ഒന്നുകിൽ പോസിറ്റീവ് റൂട്ട് വണ്ണും അല്ലെങ്കിൽ നെഗറ്റീവ് റൂട്ട് വണ്ണും വരും. എപ്പോഴും സ്ക്വയർ ട്രാൻസ്പോസ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് വിൽക്കാം, ഐദർ പോസിറ്റീവ് റൂട്ട് 21 ഓർ നെഗറ്റീവ് വിൽക്കാം. അപ്പം എച്ചിന്റെ ആൻസർ വരിക റൂട്ട് 21 പ്ലസ് 4, അല്ലെങ്കിൽ എച്ചിന്റെ ആൻസർ വരിക മൈനസ് റൂട്ട് 21 പ്ലസ് 4. ഇതാണ് എച്ചിന്റെ ആൻസർ വരിക. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, യു നോ നീഡ് ടു സിംപ്ലിഫൈ ഫർദർ. കോർഡിനേറ്റിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലുള്ളൂ, ആൻസർ ഇത് തന്നെയാണ് H3 4 5. Okay, distance is what? 5. So answer we got two values are there for H. Even the question they asked only to find the value of H. If you understood this one, please try to do question number 5th one. Question number 5th one, നിങ്ങൾ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. 5th one. Question number 5th one ഒന്ന് try ചെയ്ത് നോക്കൂ. Question number 5th one. I'll wait for you. Question number 5th one. Question number 5th one you try. Okay, anybody got update me? Question number 5th one I told you. P value 2 comma minus 3 and Q value 10 comma Y. The distance from PQ is given 10. PQ means root of 10 minus 2 whole square. എപ്പോൾ ലെറ്ററിന് ആദ്യം എഴുതാൻ വേണ്ടി ശ്രമിക്കട്ടോ. Y plus 3 whole square equal to 10. സ്ക്വയർ ചെയ്യാം, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. If anybody got the answer, update me. ആരോണ് രണ്ട് ആൻസർ തന്നിട്ടുണ്ട്. Let us see is it correct or not. Squaring both sides. 10 minus 8 ന്റെ സ്ക്വയർ 64 ആണ്. 64 plus y plus 3 whole square equal to what? 100. ഒരിക്കലും സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കരുത്. 100 minus 64 എന്ന് വരും. അതെന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പൊ സ്ക്വയറിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ പോസിറ്റീവ് 6 ആവും. സ്ക്വയർ റൂട്ട് എടുക്കണം. 21 സ്ക്വയർ റൂട്ടിൽ അങ്ങനെ തന്നെ എഴുതി. ഒന്നുകിൽ -6 ആവാം, അല്ലെങ്കിൽ എന്താവാം പോസിറ്റീവ് 6. സോ വൈന്റെ വാല്യൂ 3 ആവാം, ഓർ വൈന്റെ വാല്യൂ എന്താവാം -9 ആവാം. ഇവിടെ ഫിക്സ് ആരോണ് കറക്റ്റ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഫസ്റ്റ് വൺ ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ഫസ്റ്റ് വൺ ചെറിയൊരു കറക്ഷൻ ക്വസ്റ്റ്യനിൽ വരുത്തുന്നുണ്ട്.
-2, -11 അല്ല, -2, 11 എടുക്കുക. -2, 11 ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ കൊളീനിയാരിറ്റി പ്രൂവ് ചെയ്യാനുള്ള ചോദ്യം. അതോട് ഞാൻ നിർത്തും. A15 ആണ്. ഇതിൽ സെക്ഷൻ ഫോർമുല വരില്ല, ഡിസ്റ്റൻസ് ഫോർമുല മാത്രമേ ഉള്ളൂ. B23 ആണ്. C -2, 11 ആക്കുക. ഓക്കെ, കൊളീനിയാരിറ്റി പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം AB കാണണം, BC കാണണം, AC കാണണം. എല്ലാ ഡിസ്റ്റൻസും കാണണം, എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് കാണണം. AB കാണണം, BC കാണണം, ഇതെല്ലാം കാണണം. നോക്കാം നമുക്ക്. കൊളീനിയാരിറ്റി അങ്ങനെയാണ് പ്രൂവ് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് AB റൂട്ട് ഓഫ് 2 - 1 ഹോൾ സ്ക്വയർ 3 - 5 ഹോൾ സ്ക്വയർ. 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 3 - 5 -2 സ്ക്വയർ 4 ആണ്. സോ എ ബിന്റെ വാല്യൂ √5 എന്ന് കിട്ടി. ഇതാണ് എ ബി √5. ഇനി ബി സി കാണാം. ഈക്വൽ അല്ല കിട്ടേണ്ടത്, ഡിഫറെന്റ് വാല്യൂ ആണ് കിട്ടേണ്ടത്. വെൻ യു ആർ ആഡിങ് യു ഷുഡ് ഗെറ്റ് വാട്ട് സംതിങ്. ഐ ടെൽ യു. ക്വസ്റ്റ്യൻ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. -2, 11 ടെക്സ്റ്റ് ബുക്കിൽ -2, -11 ആണ്. ഞാനത് ഐ മേഡ് ഇറ്റ് +11. ഇനി ബി സി കാണണം. -2, -2 11 - 3 ഹോൾ സ്ക്വയർ. -2, -2 എന്ന് പറഞ്ഞാൽ -4 സ്ക്വയർ 16 ആണ്. 8 സ്ക്വയർ 64 ആണ്. √80 എന്ന് വരും. √80 നിങ്ങൾക്ക് 5 × 16 എഴുതാം, 4√5 എന്ന് എഴുതാം. അത് നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് ചെയ്യാം. 4√5 എന്ന് വരും. 4√5. ഇനി നിങ്ങൾ എ സി കാണണം. റൂട്ട് ഓഫ് -2 - 1 ഹോൾ സ്ക്വയർ 11 - 5 ഹോൾ സ്ക്വയർ. -2 - 1 ഹോൾ സ്ക്വയർ എ സി കാണുന്നു. -2 - 1 -3 സ്ക്വയർ 9 ആണ്. 11 - 5 6 ആണ്. 6 സ്ക്വയർ 36 ആണ്. 45 വരും. 45 നിങ്ങൾക്ക് 9 × 5 എന്ന് എഴുതാം, 3√5 എന്ന് എഴുതാം. ആർക്കെങ്കിലും എന്തെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് വാട്ട് യു വാണ്ട് ടു റൈറ്റ് ഐ ടെൽ യു. ഇതിലെ ഏതെങ്കിലും രണ്ട് സ്മോളസ്റ്റ് വൺ എടുക്കുക. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് വൺ കിട്ടണം. അത് കിട്ടുകയാണെങ്കിൽ അതിനെ കൊളീനിയർ എന്ന് പറയും. 2 smallest one you have to take it to add, then you should get the third one. You write here conclusion here AB plus AC equal to here AB plus AC equal to idum smallest one എടുക്കുക. ഓർഡറിലൊന്നും എടുക്കണ്ട, സ്മോളസ്റ്റ് വൺ എടുക്കുക. √5 3√5 √5 plus 3√5. 2 സ്മോളസ്റ്റ് ആണ് എടുക്കേണ്ടത്. അത് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കൊളീനിയർ അല്ല. ഓക്കെ, ഈക്വൽ ടു 4√5 അത് സെയിം ആസ് എന്താണ്, ബി സി ആണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് 6 ആണുള്ളത് വിചാരിച്ചു. ഇവിടെ ഏത് രണ്ടെണ്ണം ചെറുതെടുത്ത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് 6 കിട്ടൂല. കാരണം എന്താ, 3ഉം 4ഉം 7 കിട്ടും. അപ്പൊ കൊളീനിയർ അല്ല. കൊളീനിയർ ആണെങ്കിൽ രണ്ട് സ്മോളസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ്ഗസ്റ്റ് വൺ കിട്ടണം, ഈക്വൽ ടു ബി സി. Therefore A, B and C are collinear. A, B and C are collinear. മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തതിന്റെ ഒക്കെ സിമിലർ ടൈപ്പ് ആണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ കിട്ടുന്നതാണ്. Okay, I hope everyone understood what we done today. Next class topic I'll update you. Practice properly. Okay, bye. Take care. Good night. For the conclusion, therefore A, B, C are collinear.